ഞാനിന്ന് ഇവിടെ കപ്പയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു കപ്പ ഡിഷ് ആയാലും എന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള കറുമുറെ കഴിക്കാൻ പറ്റുന്ന ഒരു കപ്പ വറുത്തത്. അതിനും കുറച്ച് വ്യത്യസ്തതയുണ്ടേ. എന്താണെന്ന് നിങ്ങൾ വീഡിയോയിൽ കണ്ടു തന്നെ മനസ്സിലാക്കിക്കും. സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെയല്ല ഞാൻ കപ്പ വറുക്കുന്നത്. സാധാരണ എല്ലാവരും കപ്പ മുറിച്ചിട്ട് അതുപോലെ തന്നെ വറുത്തെടുക്കുകയാണ് ചെയ്യാറ്. ഇന്ന് ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതൊന്ന് വേവിച്ചിട്ടാണ് നമ്മുടെ കപ്പ വറുത്തെടുക്കുന്നത്. അപ്പോഴുണ്ടാകുന്ന ടെക്സ്ചറിന്റെയും ടേസ്റ്റിന്റെയും വ്യത്യാസം ഒന്ന് വേറെ തന്നെയാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാ ചെയ്തെടുക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് നമ്മൾ കപ്പ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ തന്നെ കുക്കറിലാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിലിട്ട് വേണമെങ്കിൽ വേവിച്ചെടുക്കാവുന്നതാണ്. വേവിക്കുമ്പോൾ മുക്കാ വേവ് ആകേണ്ടതേ ഉള്ളൂ. അതുപോലെ ഇപ്പൊ ഞാൻ കുക്കറിൽ ഇടുന്ന കപ്പ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പയാണ്. അതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ മുറിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒപ്പത്തിനാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടുതൽ ചേർത്ത് കൊടുക്കണം ഈ സമയത്ത്. ഇനി നമുക്കിത് ഒരു വിസിലിൽ വേവിച്ചെടുക്കാം. ഒരു മുക്കാ വേവ് മാത്രം മതി ഇതിന്. ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കപ്പ മുക്കാ വേവായപ്പോഴത്തേക്കും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു വിസിലാണ് വരുത്തിയത്. ഇനിയിപ്പോ നമുക്കത് എങ്ങനെ മുറിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ ചെറുതായിട്ട് നമുക്കും ഓരോന്നായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കാം. ഇങ്ങനെ കപ്പ വേവിച്ചെടുത്തതിന് ശേഷം മുറിച്ച് ഇങ്ങനെ വറക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റും ക്രിസ്പി ആയിരിക്കും. അല്ലാതെ വറക്കുന്നതിനേക്കാൾ അടിപൊളിയായിരിക്കും ഈ കപ്പ വറുത്തത്. ഇനി നമുക്കിത് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരി എടുക്കാം. ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അരിഞ്ഞു വെച്ച കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കപ്പ വറുത്ത് റെഡി ആയിട്ടുണ്ട്. നല്ല കൊമളച്ച് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയും ആണ്. ഇങ്ങനെ നമുക്ക് എല്ലാ കപ്പയും വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പ വറുത്തത് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ കപ്പ വറുക്കുന്നതിന്റെ അത്രയും ടേസ്റ്റും ക്രിസ്പിനെസ്സും വേറെ എങ്ങനെ വറുത്താലും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾ പിന്നെ പച്ചയ്ക്ക് കപ്പ വറക്കത്തില്ല. അപ്പൊ നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് എന്നെ കമന്റ്സിൽ അറിയിക്കും കൂടെ വേണം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. അപ്പൊ അടുത്ത ദിവസം ഞാൻ പുതിയ റെസിപ്പിയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.